ഒരു കാട്ടിൽ ടീനു എന്നു പേരുള്ള കിളി ഉണ്ടായിരുന്നു. ചുന്നു മുന്നു അവളുടെ 2 പിള്ളേര്. ടീനു കാട്ടിൽ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു കിളിയായിരുന്നു. അവളുടെ ചിന്തകൾ വളരെ വ്യത്യസ്തമായിരുന്നു. പിള്ളേരെ, നിങ്ങൾക്കിപ്പൊ പറക്കാനൊക്കെ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലതെന്ത് ചീത്ത എന്തെന്ന് പറഞ്ഞുതരും. ശരി അമ്മ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നല്ലതും ചീത്തയൊക്കെ അറിഞ്ഞിരിക്കാനായിട്ട്. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഇത് കേട്ടതോടെ 2 പേരും അവളുടെ പുറകെ പോയി. വഴിയിൽ ഒരുപാട് കിളികളുടെ കൂടുണ്ടായിരുന്നു. അതിൽ കാക്ക, തത്ത, പ്രാവ്, മൈന, കിളികളുടെ വീടുണ്ടായിരുന്നു. എല്ലാവരും ടീനും മക്കളും പറക്കുന്നത് കാണുകയായിരുന്നു. പക്ഷെ ടീനു ആരോടും മിണ്ടാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. പിന്നെ ഒരു മരക്കൊമ്പിൽ ചെന്നു നിന്നു. പിള്ളേരോട് പറഞ്ഞു, പിള്ളേരെ, ഇപ്പൊ വഴിയിൽ വെച്ച ഒരുപാട് പക്ഷികളെ കണ്ടു. ഞാൻ ആരോടും മിണ്ടിയില്ല. അതെന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഒരു നാൾ അവരെ നമ്മൾ സഹായിക്കേണ്ടിയും വരും. പിന്നീട് നമുക്ക് പ്രശ്നത്തിനെ നേരിടേണ്ടി വരും. അത് നമുക്ക് നല്ലതല്ല. ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ. നമ്മൾ ആരോടും കൂട്ടുകൂടാൻ പാടില്ല, ആരെയും സഹായിക്കാനും പാടില്ല. വളരെ ശരി. ഇനി നിങ്ങൾ മുമ്പോട്ട് നോക്കൂ. 2 പേരും നേരെ നോക്കി. ഒരു മരത്തിന്റെ ചില്ലയിൽ ഒരു കൂട്ടിൽ മിൻകി പ്രാവ് ഉണ്ടായിരുന്നു. അവളുടെ അടുത്തൊരു ആപ്പിളും ഉണ്ടായിരുന്നു. എല്ലാ പക്ഷികളും കഷ്ടപ്പെട്ട് തന്നെയാണ് ആഹാരം കൊണ്ടുവരുന്നത്. പക്ഷെ എന്റെ ആഹാരം കണ്ടുപിടിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് പറഞ്ഞ് അവൾ അവരെ മനസ്സിലാക്കാൻ നോക്കി. അവൾ ആ മരത്തിന്റെ ചില്ലയിൽ ഒളിഞ്ഞിരുന്നു. എന്നിട്ട് ചുന്നു മുന്നു മിൻകി പ്രാവിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് അവര് പോയി. മിൻകി ചിറ്റേ, പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ വാ. അമ്മയുടെ ചിറകില് ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. അമ്മ പറഞ്ഞു ചിറ്റേനെ പെട്ടെന്ന് തന്നെ വിളിച്ചോണ്ട് വരാൻ. അയ്യോ, അവൾക്ക് മുറിവുണ്ടോ? പാവം, ഭയങ്കരമായിട്ട് വേദനിക്കുണ്ടാവും. നിങ്ങൾ ഇവിടെ തന്നെ നിക്ക്. ഞാൻ ആ മലയുടെ മേലിൽ നിന്നും മുറിവിനുള്ള മരുന്ന് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കിളിക്കൂട്ടിന്റെ അവിടെ വരാം. ശരി ചിറ്റേ. മിൻകി പ്രാവ് നേരെ ആ മലയുടെ മുട്ടിൽ പോയി. ടീനു വന്ന് ആ ആപ്പിൾ എടുത്തിട്ട് അവളുടെ കൂട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മയും മക്കളും ചേർന്ന് ആ ആപ്പിൾ നന്നായി തിന്നു. മിൻകി പ്രാവ് വളരെ കഷ്ടപ്പെട്ട് മലയുടെ മൂട്ടിൽ നിന്നും മുറിവിനുള്ള മരുന്ന് കൊണ്ടുവന്ന് അവള് നോക്കുമ്പോ അവളുടെ കൂട്ടിൽ ചുന്നു മുന്നുനെ കാണുന്നില്ല. അവളുടെ ആഹാരവും കാണുന്നില്ല. അവൾക്കെല്ലാം മനസ്സിലായി. ഈ പിള്ളേരെന്നെ പറഞ്ഞു പറ്റിച്ച് എന്റെ ആഹാരം എടുത്തോണ്ട് പോയി. എന്ത് തെറ്റായ കാര്യമാണ്. അമ്മേനെ കള്ളിയ ഇപ്പൊ പിള്ളേരെയും കള്ളത്തരം പഠിപ്പിച്ചു. ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയി. ടീനും അവളുടെ പിള്ളേരും ആ കാട്ടിൽ കള്ളനും കള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ദിവസം കഴുകന്റെ കൂട്ടിൽ നിന്നും ആഹാരം മോഷ്ടിക്കാൻ വന്നു. കഴുകൻ ആ സമയത്ത് അവരെ കാണുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ. അവൻ ടീനു കിളിയുടെ ചിറകിൽ ഒരു കൊത്തുകൊടുത്തു. അവൾക്ക് മുറിവ് ഏറ്റു. അയ്യോ! ജീവൻ രക്ഷിക്കാനായിട്ട് ആ അവസ്ഥയിലും അവള് പറന്നു പോയി. അവളുടെ കൂടെ എത്തുന്ന സമയം കൊണ്ട് തന്നെ മുറിവ് വലുതായിക്കൊണ്ടിരുന്നു. അയ്യോ പിള്ളേരെ, എനിക്ക് നല്ല വേദനിക്കുന്നു. എനിക്ക് കുറെ നേരത്തേക്ക് ഈ വേദന സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ആരെങ്കിലും സഹായത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അവര് 2 പേരും മിൻകി പ്രാവിന്റെ അടുത്ത് എത്തി. അവളോട് എല്ലാം പറഞ്ഞു. ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്നെ എന്തായാലും പറ്റിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം ഞങ്ങൾ സത്യ പറയണേ. ചിറ്റ, അമ്മയ്ക്ക് ശരിക്കും മുറിവേറ്റു. അങ്ങനെ ഉണ്ടെങ്കിൽ നേരെ മലയുടെ മുട്ടി പൊക്കോ. അവിടെ ഒരു മരത്തിന്റെ അടിയിൽ നിങ്ങൾക്കൊരു പച്ച പുല്ല് കാണാൻ പറ്റും. അതിന്റെ ഒരു ഇല എടുത്തോണ്ട് വന്നാ മതി. ടീനുവിന്റെ മുറിവില് ആ ഇല പിഴിഞ്ഞിട്ടാ മതി. മുറിവ് ശരിയായിക്കോളും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ സത്യ പറയണേന്ന്. പോ പിള്ളേരെ. അവിടെ നിന്ന് അവര് പോയി. പരന്തിന്റെ അടുത്ത് വന്നു. പരന്ത് അവരെ ഓടിച്ചു. അവർ തത്തയുടെ അടുത്തെത്തി. തത്ത അവരെ ഓടിച്ചു വിട്ടു. അവര് കൊക്കിന്റെ അടുത്തെത്തി. നിങ്ങൾ കള്ളന്മാരാ, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ. അങ്ങനെ 2 പിള്ളേരും മലയുടെ മൂട്ടിൽ പോയി. അവിടെ ഒരുപാട് തപ്പിയപ്പോ അവർക്ക് ആ കുഞ്ഞിച്ചെടി കാണാനും പറ്റി. പക്ഷെ അതിന്റെ ഇല ഈ പിള്ളേരെക്കാളും വലുതായിരുന്നു.
എന്റെ പൊന്നെ, ഇത്രയും വലിയ ഇലയോ? ഇതിനെ നമ്മൾ എങ്ങനെയാ കൊണ്ടുപോവുക? കൊണ്ടുപോയല്ലേ പറ്റൂ, അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ ആപത്തായി പോവും. രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഇല പറിച്ചു. എന്നിട്ട് രണ്ടുപേരും അതിന്റെ ഓരോ അറ്റവും അവരുടെ കൈകളിലാക്കിയിട്ട് ആകാശത്തേക്ക് പറന്നു. രണ്ടുപേരും പോകുന്നത് കണ്ട് തത്ത, പ്രാവ്, കഴുകൻ, പരുന്തിന് കണ്ട് അത്ഭുതം തോന്നി. പക്ഷെ ആരും അവരെ സഹായിക്കാൻ മുൻപോട്ട് വന്നില്ല. എല്ലാവർക്കും തോന്നിയത് അതെന്തോ അവരുടെ അടവായിരിക്കുമെന്ന്. രണ്ടുപേരും അവരുടെ അമ്മയെ രക്ഷിക്കാൻ പറന്നുകൊണ്ടേയിരുന്നു. അപ്പൊ പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശി. രണ്ടുപേരും ഇലയെ പിടിച്ചേക്കുമായിരുന്നു. കാറ്റിന്റെ ശക്തി കാരണം ആ ഇല പുറകോട്ട് പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ പിള്ളേരും പുറകോട്ട് പോകുന്നു. അയ്യോ ചേട്ടാ, നമ്മൾ പുറകോട്ട് പോവാണല്ലോ. എന്തു തന്നെ വന്നാലും ഇലേനെ വിടരുത് കേട്ടോ. അവരാ ഇല വിടാതെ പിടിച്ചു. എന്നിട്ട് ഒരുപാട് ദൂരെ അവര് വന്നു. ഒരു മരത്തിൽ വന്നിടിച്ച് രണ്ടുപേരും താഴത്തോട്ട് വീണു. അവിടെ കൊക്കിരിക്കുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള പക്ഷികളും അവരുടെ പുറകെ തന്നെ അങ്ങോട്ടേക്ക് വന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും ഈ ഇല കൊണ്ട് എന്തു ചെയ്യാൻ പോവാ? ഇത് വളരെ കയ്പുള്ളതാ. അമ്മയുടെ ചിറകില് പരിക്കേറ്റേക്കുവാ. ഞങ്ങൾ ഒരുപാട് പേരോട് സഹായം ചോദിച്ചു, ആരും സഹായിച്ചില്ല. അതുകൊണ്ട് ഞങ്ങള് തന്നെ ഈ മരുന്ന് അമ്മയടുത്ത് കൊണ്ടുപോകുവാ. പക്ഷെ കൊടുങ്കാറ്റ് വന്ന് ഞങ്ങളെ ഭയങ്കര പുറകോട്ട് വീശി. ഇത് കേട്ട് എല്ലാ പക്ഷികൾക്കും അത്ഭുതമായി. അയ്യോ, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണ്ട. ഇത് ഞങ്ങളുടെ ശിക്ഷയാണ്. ആദ്യമേ കാട്ടിലെ എല്ലാവരുമായിട്ട് നല്ല കൂട്ടായിട്ട് ഇരുന്നിരുന്നെങ്കിൽ, കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരൂലായിരുന്നു. എല്ലാരും ഞങ്ങളെ സഹായിച്ചേനെ. ഇത് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും ആ ഇലയെ പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് ആകാശത്തോട്ട് പറന്നു. എല്ലാ പക്ഷികളും അങ്ങോട്ടിങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്നിട്ടെല്ലാരും അവരുടെ പുറകെ പോയി. കൊക്ക് ആ ഇല അവന്റെ കയ്യിലെടുത്തു. ഇത് കണ്ട് രണ്ടു പിള്ളേരുടെ മുഖത്ത് ചെറു പുഞ്ചിരി വന്നു. ഇത് കൊള്ളാലോ, എല്ലാരും ഞങ്ങളെ സഹായിക്കാൻ വന്നല്ലേ? അത് നിങ്ങൾ സത്യമാണ് പറയുന്നതെന്ന് മനസ്സിലായി. നിങ്ങളുടെ തെറ്റും നിങ്ങൾ തിരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നത്. ഇത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷായി. എല്ലാ പക്ഷികളും ടീനുവിന്റെ കൂടിന്റെ അവിടെ എത്തി. നോക്കമ്മ, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും അമ്മേനെ ശരിയാക്കാൻ മരുന്ന് കൊണ്ട് വന്നേക്കുന്നു. കൊക്കായല അവന്റെ വായിൽ വെച്ച് ഞെക്കി അതിൽ നിന്നും മരുന്ന് വന്ന് ടീനു കിളിയുടെ മുറിവിലേക്ക് വീണു. കുറച്ചേരം കഴിഞ്ഞപ്പോ ടീനുന്റെ മുറിവ് ഉണങ്ങി. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല മക്കളെ. രണ്ട് പിള്ളേര് അമ്മേനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ടീനു പറഞ്ഞു, ഇന്ന് എനിക്ക് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. ഇന്നു തൊട്ട് ഞാനും എന്റെ പിള്ളേരും കാട്ടിലെ മറ്റു പക്ഷികളെ പോലെ കഷ്ടപ്പെട്ട് ആഹാരം കഴിക്കും. എല്ലാരുമായിട്ട് കൂട്ടുമാവും. അങ്ങനെ ടീനു കിളിയുടെ ചിന്തകളൊക്കെ മാറി അവളും മറ്റു പക്ഷികളെ പോലെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി.